സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്കൂൾ വിപണി സജീവമായിരിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വില കൂടുതലുണ്ടെങ്കിലും വിപണി ഉഷാറാണെന്ന് കച്ചവടക്കാരും പറയുന്നു. ഈ പ്രായത്തെ സ്കൂൾ മാർക്കറ്റ് കുഴപ്പമില്ല, നല്ല ബിസിനസ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പം മഴ വന്നുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഒന്നും കൂടെ കച്ചവടം നടക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ മഴ വന്നപ്പോൾ ആൾക്കാർ വന്നു പോയി. പിന്നെ മഴ പെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാമല്ലോ, പൊതുവെ ഡള്ളാവും ബിസിനസ്. അങ്ങനെ വേറെ കുഴപ്പമില്ല, അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഗുഡാണ്. വെറൈറ്റി മെയിൻലി ഇങ്ങനത്തെ കട്ടേഴ്സ് ഒക്കെയാണ് വന്നേക്കണേ. ഹെലികോപ്റ്ററിന്റെ ഷേപ്പിലുള്ള കട്ടർ, പിന്നെ കണ്ടില്ല ഷട്ടിൽ കോക്ക്, പിന്നെ അതങ്ങനെ. പിന്നെ കുറെ ടൈപ്പ് കൊറിയൻ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന കൊറിയൻ ബാഗ് ഒക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഈ കുറുമി എന്നൊക്കെ പറഞ്ഞ കുറെ കാച്ചേഴ്സിൽ കുറെ ബോക്സുകളും പൗച്ചസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കൊറിയൻ ബാഗ് ഇപ്പോൾ സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടില്ലേ, അതിന്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ബാഗുകളാണ്. അതിന്റെ പുതിയ മോഡൽസ് വന്നേക്കണേ. അങ്ങനെയാണ് ഇപ്പൊ പിള്ളേർക്കൊക്കെ ന്യൂ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇതൊരു മോഡലാണിത്. മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇത് ഇറങ്ങുന്നത് കൊറിയൻ ബാഗുകൾ. ഇതിന് മുമ്പൊന്നും ഇങ്ങനത്തെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കൊറിയൻ ബാഗ്സ് ഒക്കെ വന്നത്. അത് 2-3 ടൈപ്പുകളിലുണ്ട്. ആൾക്കാർ അതിന് ആവശ്യക്കാർ കൂടുതലാണ് കമ്പാരിറ്റീവ്. പിന്നെ ലഞ്ച് ബോക്സ്, പിന്നെ കുറെ ടൈപ്പ് ബോട്ടിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. 3 സെറ്റ് ബോട്ടിൽസ്, പിന്നെ സ്റ്റീൽ ബോട്ടിൽ, പിന്നെ ആർട്ട് സെറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ പ്രാവശ്യം ഇറക്കിയതാണ്. പിന്നെ ഗ്ലോ ചെയ്യണ പെന്ന്, നൈറ്റ് മാത്രം ഗ്ലോ ചെയ്യണ പെന്നാണിത്, ഗ്ലോയിങ് ടൈപ്പ് പെന്നാണ്. പിന്നെ നമ്മുടെ നോർമൽ എല്ലാ പ്രാവശ്യവും പറഞ്ഞ പോലെ അപ്സറയുടെ പെൻസിൽ, അപ്സറയുടെ റബ്ബർ, അപ്സറയുടെ കട്ടർ, അതൊക്കെയാണ് ഇപ്പൊ മെയിൻ. പിന്നെ നോട്ട്ബുക്ക് എല്ലാ ടൈപ്പും ഇറങ്ങിയിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ്, പേപ്പർ ഗ്രിഡ്, അങ്ങനെയൊക്കെ എല്ലാ കമ്പനിക്കാരും ഈ പ്രാവശ്യം നല്ല കോമ്പറ്റീഷനിലാണ് ഇറക്കിയിരിക്കുന്നത്. വില കുറച്ച് കൂടുതലായിട്ട് തോന്നിയേക്കണേ കമ്പാരിറ്റീവ്ലി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ഹോൾസെയിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. വന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഹോൾസെയിൽ ആണെങ്കിലും നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. യൂണിക്കോൺ, BTS, മിക്കി മൗസ്, അവഞ്ചേഴ്സ് തുടങ്ങി കുട്ടികളുടെ ഇഷ്ടകഥാപാത്രങ്ങളെല്ലാം ബാഗുകളിലും കുടകളിലും ടിഫിൻ ബോക്സുകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബാഗുകൾക്ക് 300 രൂപ മുതൽ 3000 രൂപ വരെയാണ് വില. ബ്രാൻഡ് ബാഗുകൾക്കാണ് ആവശ്യക്കാർ ഏറെയും. ടിഫിൻ ബാഗുകൾക്കും ഡിമാൻഡുണ്ട്. കാർട്ടൂൺ കഥാപാത്രങ്ങൾ മുദ്രണം ചെയ്ത ലഞ്ച് കിറ്റുകളും കുട്ടികളുടെ ട്രെൻഡി ഐറ്റം ലിസ്റ്റിൽ ഇടം നേടി. കുടവിപണിയിൽ പ്രമുഖ കമ്പനികളുടെ കുടകൾ തന്നെയാണ് വിൽപ്പനയിൽ മുന്നിലുള്ളത്. കുട്ടികൾക്കുള്ള കളർ കുടകൾക്ക് 99 രൂപ മുതലാണ് വില. 1000 രൂപ വരെ വിലയുള്ള കുടകളുമുണ്ട്. സ്കൂളുകളിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് നിയന്ത്രണമുള്ളതിനാൽ സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾക്കും ടിഫിൻ ബോക്സുകൾക്കും ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. വില ദിവസം 160, 150, 200, 150, 300, 300 അങ്ങനെ കുറച്ചൊക്കെ റേഞ്ച് കൂടും. ഇപ്പം എല്ലാവരും പോപ്പി കൂട, ജോൺസൺ കൂട, ഒരു 3 ഫോൾഡ്, 5 ഫോൾഡ്, പിന്നെ ഒരു കാലം കൂട. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വിലയുണ്ട്, എന്നാലും കുറെ വെറൈറ്റി വന്നിട്ടുണ്ട്. വാട്ടർ ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റിയിൽ കാണുന്നത്. പിന്നെ ബോക്സുകളായാലും ബ്രാൻഡ് നോക്കാനാണ് ഇഷ്ടം. പക്ഷെ കുട്ടികൾ സമ്മതിക്കില്ല, അവര് ഈ കളർഫുള്ളിന്റെ പുറകെ പോകും. അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സമ്മതിക്കണില്ല. വിലക്കയറ്റം കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോർമലുള്ള വില തന്നെയാണ്. വിലക്കയറ്റം കൂടിയിട്ടൊന്നുമില്ല. നമുക്ക് നോർമല് വിലയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ലേ എല്ലാത്തിനും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ വിപണിയിൽ മാറ്റുന്നുണ്ട്. പുതിയ ഐറ്റംസുകൾ, കുട്ടികൾക്ക് പറ്റിയ ബോട്ടിലുകൾ, വാട്ടർ ബോട്ടിൽ, ബാഗ്, നമുക്ക് അഫോർഡബിൾ ആയ റേറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് വില കൂടിയിട്ടൊന്നുമില്ല. നോർമലുള്ള വിപണി നോർമലുള്ള അത് തന്നെയാണ്. സ്കൂൾ വിപണിയിൽ ഓരോ വർഷവും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ആവേശവും നല്ല കാലാവസ്ഥയും ഇത്തവണയും വിപണിക്ക് നല്ല ഉത്സാഹമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിൽപ്പന കൂടുമെന്നാണ് വ്യാപാരികളും പറയുന്നത്.